വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ഇതാണ്. എന്താണത്? പഴയ തുണി. അപ്പോൾ നമ്മൾ ഈ ഡ്രസ്സ് പിന്നെ എന്തായാലും ചെരുപ്പ്, അതുപോലെ കുട്ടികളുടെ എന്ത് സാധനങ്ങളായാലും ടോയ്സ് ആയാലും എല്ലാം ഇവിടെ കൊണ്ടുവന്ന് സെല്ല് ചെയ്യാം. അപ്പോൾ അവർ സാധനം നോക്കിയിട്ട് ഇവൻ നല്ലതൊക്കെ ആണെങ്കിൽ എടുത്തിട്ട് ചെറിയൊരു പ്രൈസ് തരും. അതാണ് പരിപാടി. അവിടെ നമുക്ക് വാങ്ങുകയും ചെയ്യാം. അതെ, ഇതാണ് കട. വൺസ് അപ്പോൺ എ ചൈൽഡ് യൂസ് ചെയ്ത സാധനങ്ങൾ അവിടെ കൊണ്ട് കൊടുക്കാം. അതുപോലെ അവിടെ വാങ്ങിക്കാനും നമുക്ക് അവർ എടുത്ത സാധനങ്ങൾ അവർ ക്ലീൻ ചെയ്ത് അവർ സോർട്ട് ചെയ്ത് അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്, നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവുകയാണ്. നമുക്ക് കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ സാധാരണ ഇത് എന്താണ് ചെയ്യുക നമ്മൾ ആലോചിച്ച് കൺഫ്യൂഷൻ. ഡൊണേറ്റ് ചെയ്യാൻ ആദ്യം നോക്കും, പിന്നെ സമയം അതിന് മാത്രമായിട്ട് പോകണ്ടേന്നൊക്കെ ആലോചിച്ച് കുറച്ചായിട്ട് അങ്ങനെ സേവ് ചെയ്ത് എനിക്ക് തോന്നുന്നു ചെറിയ സമയം തൊട്ടുള്ള ഡ്രസ്സുകളുണ്ട്. അതെ, 2 ബാഗായി കൊടുക്കാൻ വേണ്ടി. അതെ, അപ്പം ശരി. അപ്പം നമുക്ക് അതിനകത്ത് കാണാം. ഓക്കെ. കടയുടെ പുറത്ത് തന്നെ കുറേ സ്ട്രോളർ ഇരിപ്പുണ്ട്. നല്ല കണ്ടീഷനിലുള്ള സ്ട്രോളറാണ്. അപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ പറയുന്നത് $100 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല പ്രൈസാണ്. അപ്പോൾ നമ്മൾ അകത്ത് കയറുകയാണ്. അപ്പോൾ അകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ കുറേ ബുക്ക്ലെറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ബുക്സ് ഉണ്ട്. അതിൽ ഫിക്ഷൻ, നോൺ ഫിക്ഷൻ, അതേപോലെ വർക്ക് ബുക്സും ഒക്കെ നല്ല കണ്ടീഷനുള്ള സാധനങ്ങളാണ് അവർ വെച്ചിരിക്കുന്നത്. പിന്നെ ബേബീസിൻ്റെ റാറ്റിൽസും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ കുഞ്ഞു ബേബീസിൻ്റെ കുറേ സാധനങ്ങളുണ്ട്. തൊട്ടിലൊക്കെ $90 അവർ കൊടുക്കുന്നത്. പിന്നെ ഇത് ബാത്തബല്ല ബാത്തറാണ്. അതിനൊരു $7 അവർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല കണ്ടീഷനിലുള്ള സാധനമാണ്. പിന്നെ കുറേ ബേബീസിൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ എന്താ പറയുക, സൈക്കിളും അതുപോലെ ബൈക്ക്, പിന്നെ കുട്ടികളുടെ ഇലക്ട്രിക് കാറൊക്കെ ഉണ്ട്. അതിന് $75 അവർ ചാർജ് ചെയ്യുന്നത്. പിങ്ക് കാർ ഉണ്ടായിരുന്നു, അതിന് $80 അവർ ചാർജ് ചെയ്തത്. അവർ ഓരോ സെക്ഷൻ അനുസരിച്ച് അവർ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഗേൾസിൻ്റെ സൈസാണ് ഈ 6 and 7 എന്ന് പറയുന്നത്. 3T 2T എന്നൊക്കെ പറയുന്നത് കുഞ്ഞു കുട്ടികളുടെ സൈസാണ്. ഇത് ചെറിയ ബേബീസാണ്. ഇതൊക്കെ ഈ പറയുന്ന പോലെ 6 to 9 months എന്നൊക്കെ പറയുന്നത് കുഞ്ഞു ബേബീസിൻ്റെ ഡ്രസ്സാണ്. ഇതിനവർ $2 to $3 ഒക്കെയാണ് ഈ ഒരു ഡ്രസ്സിനൊക്കെ ചാർജ് ചെയ്യണത്. പക്ഷേ നല്ല ഡ്രസ്സാണ്. അവർക്കൊന്ന് ഫെയ്ഡായാലോ അങ്ങനെയൊന്നും അവർ വിൽക്കത്തില്ല, അവരെടുക്കുകയില്ല അങ്ങനത്തെ ഒന്നും. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളാണ് അവിടെ കൂടുതലും. പിന്നെ ബ്രാൻഡഡ് സാധനങ്ങളും കാണാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ പിന്നെ കുറേ ജാക്കറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പാർട്ടി വെയർ, ഇത് ടുട്ടുവിൻ്റെ കുറേ ടുട്ടു ഡ്രസ്സസ്, കുഞ്ഞു ബേബീസിൻ്റെ കുറേ ടുട്ടു ഡ്രസ്സസ്സാണ് അതൊക്കെ. പിന്നെ എന്തായിരുന്നു, ഇതൊരു പാർട്ടി വെയർ ഡ്രസ്സാണ്. ഇതിന് $10 എന്തോ ആണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇതുപോലെ ബ്രാൻഡഡ് ആക്ടിവേഴ്സ് ഉണ്ടായിരുന്നു. അതിന് $5.50 ആണ് അവർ ചാർജ് ചെയ്യണത്. ഇത് നമുക്ക് അവിടെ നിന്ന് കിട്ടിയൊരു ഉടുപ്പാണ്. ഇത് 3T ആണ് അതിൻ്റെ സൈസ്. ഇതിന് അവർ $4 ചാർജ് ചെയ്യണത്. നല്ലൊരു പാർട്ടി വെയർ ആണ് ഈ ഡ്രസ്സ്. ഈ ഉടുപ്പിന് അവർ $6 ചാർജ് ചെയ്യണത്. ഇത് ബേബീസിൻ്റെ സെഷനാണ്. അതിൻ്റെ മേലെ ബേബീസിൻ്റെ വാക്കർ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് അവരുടെ ഡയപ്പർ ബാഗാണ്. അതിനവർ $12 ആണ് ചാർജ് ചെയ്യണത്. ഇതൊരു സ്റ്റോറേജ് കം ടേബിളാണ്. അതിന് അവർ $50 ആണ് ചാർജ് ചെയ്യണത്. ഈ ഡെക്കറിന് അവർ $10 ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇതും അതുപോലെ ബോയ്സിൻ്റെ സെഷനാണ്. അതും ഇതുപോലെ നല്ലോണം സോർട്ട് ചെയ്ത് അവർ വെച്ചിട്ടുണ്ട്. ജീൻസ് ആണെങ്കിൽ ഇഷ്ടം പോലെ ജീൻസ് ഉണ്ടായിരുന്നു. അതുപോലെ ഷോർട്ട്സും പിന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള കുറേ ടീഷർട്ട് ഒക്കെ. ഇതിനൊക്കെ $2 to $5 കുറേ ഷോർട്ട്സ് കണ്ടായിരുന്നു ബോയ്സിൻ്റെ. പിന്നെ എന്തായിരുന്നു, ബ്രാൻഡഡ് ആയിട്ടുള്ള കുറേ ഷർട്ടുകളും ടീഷർട്ട്സും പിന്നെ അവരുടെ ആക്റ്റീവ് വെയേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഇഷ്ടം പോലെ ഡ്രസ്സസ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും നമ്മളുടെ 5 or 6 ഡ്രസ്സേ അവർ എടുത്തുള്ളൂ. ബാക്കി മുഴുവൻ തിരിച്ചയക്കുകയാണ് ചെയ്തത്. കാരണം അവർക്ക് അധികം ചീത്തയാവാത്ത ഡ്രസ്സുകൾ മാത്രമേ അവർ ഇവിടെ കൊടുക്കുകയുള്ളൂ. ഇവരുടെ ഒരു കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ട്രാഷിലോട്ട് പോകുന്നത് ഈ ഡ്രസ്സാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല ഡ്രസ്സസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുന്നതും ഒരു നല്ല ഓപ്ഷനാണ്. പിന്നെ നമ്മൾ നേരെ വന്നത് ടോയ് സെക്ഷനിലാണ്.
ഇവിടെയും കുറേ വെറൈറ്റീസ് ആയിട്ടുള്ള ടോയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ റേറ്റ് പറയുമ്പോൾ $6 to $10 വരെയൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റഫ് ടോയ്സിനും അതുപോലെ $15 വലിയ വലിയ സ്നഫ് ടോയ്സൊക്കെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ഷൂവിൻ്റെ സെഷനാണ്. അപ്പോൾ അത് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും സൈസിനനുസരിച്ച് അവർ ഇതേപോലെ ഓരോ ബാസ്ക്കറ്റിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെയാണ് സ്നീക്കേഴ്സ് വേറെ, ബൂട്ട്സ് വേറെ, പിന്നെ സ്പോർട്സിൻ്റെ ഷൂസ് വേറെ, അങ്ങനെ അതും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഷൂസിൻ്റെയൊക്കെ മേലെ ആയിട്ട് വലിയ 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 ടോയ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനത്തെ ടേബിൾസും അങ്ങനത്തെ കുറേ സാധനങ്ങളും മേലെയും അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ പർച്ചേസിങ്ങും അതുപോലെ കുറച്ച് സെല്ലിങ്ങും ഒക്കെ കഴിഞ്ഞു. ഇവിടെയും ക്ലിയറൻസിന് എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.